വാർത്തകൾ തുടരുന്നു. പ്രവാചക സന്ദേശത്തിന്റെ കാലിക പ്രസക്തിയും പ്രാധാന്യവും എന്ന വിഷയത്തിൽ കൊടുങ്ങല്ലൂർ ഫ്രൈഡേ ക്ലബ് പൊതുയോഗം നടത്തി. ചേരമാൻ ജുമാ മസ്ജിദ് ഇമാം VM സുലൈമാൻ മൗലവി പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ഫ്രൈഡേ ക്ലബ് പ്രസിഡന്റ് KK മുഹമ്മദ് ഹനീഫ അധ്യക്ഷത വഹിച്ചു. ഖാലിദ് മൂസ ഹുദവി കുറ്റ്യാടി വിഷയാവതരണം നടത്തി. ഫാദർ നിക്സൺ കാട്ടാശ്ശേരി, A താജുദ്ദീൻ സ്വലാഹി, റിയാസ് മൗലവി അൽ ഹസനി, ഡോക്ടർ PM മുഹമ്മദ് സയ്യിദ്, പ്രൊഫസർ KK അബ്ദുൽ ഖാദർ, PD അബ്ദുറസാഖ് മൗലവി, സലിം തോട്ടുങ്ങൽ, KMM അഷറഫ്, ES അബ്ദുൽ കരീം തുടങ്ങിയവർ പ്രസംഗിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് LIC ജീവനക്കാർ കൊടുങ്ങല്ലൂർ LIC ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. പോളിസിയിന്മേൽ ഏർപ്പെടുത്തിയ നിബന്ധനകൾ പിൻവലിക്കുക, പോളിസി ചേരാനുള്ള പ്രായപരിധി പുനഃസ്ഥാപിക്കുക, മിനിമം പോളിസി തുക വർദ്ധിപ്പിച്ചത് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. നഗരസഭാ ചെയർപേഴ്സൺ KB മഹേശ്വരി ധർണ ഉദ്ഘാടനം ചെയ്തു. KY അസീസ് അധ്യക്ഷത വഹിച്ചു. KG ശിവാനന്ദൻ, OA സുകുമാരൻ, KC പോൾസൺ, MS മോഹനൻ എന്നിവർ സംസാരിച്ചു. ഏത് കാര്യങ്ങളും സമരമുറകളിലൂടെ തന്നെയാണ് നമുക്ക് നേരിടേണ്ടി വരുന്നത്. ഇന്ന് നമ്മുടെ സമരത്തിന്റെ മുന്നോടി കേവലം ഏജന്റുമാരുടെ കമ്മീഷനിലൂടെയോ അല്ലെങ്കിൽ ഏജന്റുമാരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല. മാത്രമല്ല, നമുക്കൊരാൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, ഓരോ കസ്റ്റമേഴ്സിന്റെയും ആനുകൂല്യങ്ങൾ അവർക്ക് ശരിയായ രീതിയിൽ മനസ്സിലാക്കത്തക്ക വിധം അവർക്ക് ലഭിക്കേണ്ടതായ അവകാശങ്ങളും ഒരു സാധാരണ കുടുംബത്തിന് ഒരു പോളിസി എടുക്കുമ്പോൾ ആ പോളിസിയുടെ മേൽ നേരിടേണ്ടുന്ന എല്ലാ കാര്യങ്ങളും മുൻപത്തേക്കാൾ ഉപരിയായി ഭംഗിയായി കൊണ്ടുപോകുന്ന വിധത്തിൽ മാനേജ്മെന്റ് ഏർപ്പെടാതെ അപ്പാടെ അടിച്ചമർത്തിക്കൊണ്ട് തന്നെയാണ് ഇന്ന് മാനേജ്മെന്റ് കടന്നു പോകുന്നത്. ഓരോ ഏജന്റുമാരും ഫീൽഡിലിറങ്ങി വെയിലും മഴയും കൊണ്ട് കൊടുങ്ങല്ലൂരിലെ മേത്തലയിൽ വടംവലി മത്സരത്തെ തുടർന്നുണ്ടായ സംഘടനവുമായി ബന്ധപ്പെട്ട് BJP പ്രവർത്തകനെ പോലീസ് മർദ്ദിച്ചുവെന്നാരോപിച്ച് തിങ്കളാഴ്ച BJP പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ പ്രകടനം ദേശീയപാത ഉപരോധമായി മാറി. തെക്കേനടയിൽ നിന്നും ആരംഭിച്ച പ്രകടനം വടക്കേനടയിൽ സമാപിച്ചു. തുടർന്ന് പ്രവർത്തകർ റോഡിൽ പ്രതിഷേധ യോഗം ചേർന്നു. BJP ജില്ലാ കമ്മിറ്റി അംഗം KP ഉണ്ണികൃഷ്ണൻ, മണ്ഡലം പ്രസിഡന്റുമാരായ TB സജീവൻ, പോണത്ത് ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. സംഗീതത്തിന് മതവും മതിൽക്കെട്ടുമില്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചുകൊണ്ട് ആദില V അഷ്റഫിന്റെ അരങ്ങേറ്റം. കൊടുങ്ങല്ലൂർ പോലീസ് മൈതാനിയിൽ നടന്ന സംഗീത കച്ചേരിയിൽ തമ്പുരുമീട്ടിയ ആദില സദസ്സിന്റെ ശ്രദ്ധയാകർഷിച്ചു. ചെന്നൈ OS ത്യാഗരാജന്റെ സംഗീത കച്ചേരിയിൽ പ്രഗത്ഭരായ പക്കമേളക്കാർക്കൊപ്പമാണ് ആദില അരങ്ങിലെത്തിയത്. സ്പെഷ്യൽ ബ്രാഞ്ച് SI VA അഷ്റഫിന്റെ മകളാണ് 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ആദില. മതിൽമൂല, ഓണച്ചമ്മാവ്, തൊട്ടിപ്പുള്ളി, ശ്രീ മഹാകാളി, ശ്രീ ഹനുമാൻ സ്വാമി സേവാ ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു. ഉത്സവത്തിന്റെ ഭാഗമായി മഹാഗണപതി ഹവനം, കളമെഴുത്തുപാട്ട്, പ്രസാദഊട്ട്, കാവടിയാട്ടം, കാഴ്ചശീവേലി, താലം എഴുന്നള്ളിപ്പ് തുടങ്ങിയവ നടന്നു. തളിക്കുളം എരണേഴത്ത് ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവം ഈ മാസം 31-ന് ആഘോഷിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം 8:30 മുതൽ പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയോടെ പ്രഭാത ശിവേലി നടക്കും. ഉച്ചയ്ക്ക് 2-ന് നടക്കുന്ന കാഴ്ചശിവേലിയിൽ 9 ഗജവീരന്മാർ അണിനിരക്കും. വൈക്കം ചന്ദ്രൻ നയിക്കുന്ന പഞ്ചവാദ്യം കാഴ്ചശിവേലിക്ക് അകമ്പടിയേകും. 4-ന് കിഴക്കൂട്ട് അനിയന്മാരാരുടെ നേതൃത്വത്തിൽ 101 കലാകാരന്മാരെ അണിനിരത്തി പാണ്ടിമേളവും കുടമാറ്റവും ഉണ്ടാകും. രാത്രി 7-ന് വെടിക്കെട്ട്, 7:30-ന് കേളി, 8:30-ന് ട്രിപ്പിൾ തായമ്പക, 9:30-ന് നാടകം, പുലർച്ചെ 2-ന് എഴുന്നള്ളിപ്പ്, തുടർന്ന് വെടിക്കെട്ട് എന്നിവയാണ്. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് EV പ്രേമൻ, സെക്രട്ടറി ES അശോകൻ, AS തിലകൻ എന്നിവർ പങ്കെടുത്തു. നാട്ടിക ആരിക്കരി ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു. രാവിലെ 8-ന് ശീവേലി എഴുന്നള്ളിപ്പ് നടന്നു. 9 ഗജവീരന്മാർ അണിനിരന്നു. ചെർപ്പുളശ്ശേരി രാജസേനൻ ഭഗവതിയുടെ തിടമ്പേറ്റി. വൈകിട്ട് നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 11 ഗജവീരന്മാർ അണിനിരന്നു. കുട്ടൻകുളങ്ങര അർജുനൻ ഭഗവതിയുടെ തിടമ്പേറ്റി. എഴുന്നള്ളിപ്പിന് അകമ്പടിയായി കേളത്ത് കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ മേളവും നടന്നു. തുടർന്ന് വർണ്ണമഴ, ഗാനമേള എന്നിവ ഉണ്ടായി.
വാർത്ത. കാളമുറി മസ്ജിദ് മുബാറക് മഹല്ല് പ്രസിഡന്റും ഷൈൻ ട്രേഡേഴ്സ് ഉടമയുമായ പള്ളിപ്പറമ്പിൽ മക്കാർ നിര്യാതനായി. 79 വയസ്സായിരുന്നു. കൊച്ചു ബീവാത്തുവാണ് ഭാര്യ. സുഹറ, അഷ്റഫ്, സൗദ, നസീമ, നൌഷാദ്, സാജിദ, ഷെരീഫ എന്നിവർ മക്കളും. സൈദു, മീന, ഹംസ, ഫാരിഷ, ഷറഫുദ്ദീൻ, ബഷീർ, പരേതനായ ഷംസു എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ചന്ദ്രാപിന്നി അൽ ഇഖ്ബാൽ ആശുപത്രി അടച്ചുപൂട്ടിയതുമായി ബന്ധപ്പെട്ട് ജീവനക്കാർ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. പ്രവാചക സന്ദേശത്തിന്റെ കാലിക പ്രസക്തിയും പ്രാധാന്യവും എന്ന വിഷയത്തിൽ കൊടുങ്ങല്ലൂർ ഫ്രൈഡേ ക്ലബ്ബ് പൊതുയോഗം നടത്തി. വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ 9, 20 വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.